എറണാകുളത്ത് നിന്ന് ശ്യാംകുമാറാണ് ചേരുന്നത്. ശ്യാം, തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, അവിടെ LDF-ന്റെ മുതിർന്ന നേതാക്കൾ, CPIM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും അവിടെയുണ്ട്. എറണാകുളത്ത് എവിടെയാണ് ശ്യാംകുമാർ നിൽക്കുന്നത്? അവിടെ ഇനിയിപ്പോൾ അല്പസമയം മാത്രമേ ട്രയൽ റണ്ണിനുള്ളൂ. അവിടെ എല്ലാ നേതാക്കളും ആരെല്ലാം എത്തിയിട്ടുണ്ട്? വലിയൊരു പങ്കാളിത്തമുണ്ടോ? തീർച്ചയായും വളരെ ആസൂത്രണത്തോടെ വളരെ സംഘാടന മികവോടെ നടപ്പാക്കുന്ന DYFIയുടെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ നേതാക്കളും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. M സ്വരാജ് അടക്കമുള്ളവർ, CN മോഹൻ അടക്കമുള്ളവർ ഉള്ള നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്നു. DYFIയുടെ മുൻകാല പ്രവർത്തകരടക്കം, CPM-ന്റെ പ്രവർത്തകരടക്കം അങ്ങനെ എല്ലാവരും എത്തിയിരിക്കുന്നു. MK സാനുമാഷ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം 4:30-ാവും ഏകദേശം ട്രയൽ റൺ നടക്കുക. അതിനുശേഷമാവും പിന്നീട് 5 മണിക്ക് മനുഷ്യച്ചങ്ങലയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക. ഇങ്ങനെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കാനായി നിരവധി ആളുകളാണ് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വൈറ്റിലയിലാണ് ഇത് സമരകേന്ദ്രം, ജില്ലാ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സാംസ്കാരിക സാമൂഹിക രംഗത്തെ സിനിമാ മേഖലയിലെ അടക്കമുള്ള നിരവധി പേർ എത്തിച്ചേരുന്നതും ഇങ്ങോട്ടാകും. S ശർമ്മ അടക്കമുള്ള ആളുകൾ, അവരൊക്കെ DYFIയുടെ മുൻകാല സംസ്ഥാന ഭാരവാഹികളാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഈ ട്രയൽ റൺ നടക്കും. MK സാനുമാഷെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. MK സാനുമാഷ് ഇവിടെ ഇരിപ്പുണ്ട്. വാർദ്ധക്യത്തിൻ്റെ സമയത്തും അദ്ദേഹം സംസ്ഥാനത്തോട് കാണിക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഉള്ള സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാനുമാഷ് അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും MK സാനു അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്.